ഫോർസം ക്യൂട്ടിയിലെ ലാസ്റ്റ് മൊഡ്യൂളാണ് പ്രോബബിലിറ്റി. ഇപ്പോൾ പ്രോബബിലിറ്റിയിൽ വരുന്ന ചില കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പ്രോബബിലിറ്റി എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ചാൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതായത് ഇനി നാളെ മഴ പെയ്യുമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ അവൻ ആ ജോലി കിട്ടുമായിരിക്കും എന്നുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ പറയാറുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി, സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഈവൻറ്റ്സ്, എന്തെങ്കിലും ഒരു ട്രയൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും, അതായത് എന്തായിരിക്കും റിസൾട്ട് വരിക എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എന്തായിരിക്കും സ്പെസിഫിക് ആയിട്ട് വരുന്ന റിസൾട്ട് എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ, എന്തായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പ്രഡിക്ഷൻ നടത്തേണ്ടി വരും, പ്രവചിക്കും. While making predictions about the occurrence of the uncertain events, we work out the amount of likelihood of the occurrence of those events. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള അൺസേർട്ടൻ ഈവൻസിനെ കുറിച്ച് പ്രഡിക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കേണ്ടത് പ്രോബബിലിറ്റിയുടെ വേർഡ് മീനിങ് എന്താണ്? ചാൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയാണ്. The probability of a given event may be defined as the numerical value given to the likelihood of the occurrence of that event. Probability of a given eventനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ന്യൂമറിക്കൽ വാല്യൂ ഗിവൺ ടു ദ ലൈക്ലിഹുഡ് ഓഫ് ദി ഒക്കറൻസ് ഓഫ് ദാറ്റ് ഈവൻറ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ട്രയൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയലിൻ്റെ ഔട്ട്കം, അതായത് ഈവൻറ്റ്, അത് എത്രത്തോളം ആയിരിക്കും, അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ നൽകുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സാധ്യതയ്ക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറിക്കൽ വാല്യൂ 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 0 ഈസ് ഫോർ ആൻ ഈവൻറ്റ് വിച്ച് കനോട്ട് ഒക്കർ. 0 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഈവൻറ്റ് നടക്കൂല എന്നുണ്ടെങ്കിൽ അതിനെയാണ് 0 കൊണ്ട് സൂചിപ്പിക്കുന്നത്. 1 ആണെന്നുണ്ടെങ്കിൽ 1 ഫോർ ആൻ ഈവൻറ്റ് സെർട്ടൻ ടു ഒക്കർ. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള പോസിബിലിറ്റി ഉള്ള ഈവൻറ്റ് എന്താണോ അതിനെയാണ് 1 കൊണ്ട് സൂചിപ്പിക്കുന്നത്. വെൻ ദ ഒക്കറൻസ് ഓഫ് ആൻ ഈവൻറ്റ് ഈസ് അൺസേർട്ടൻ, പ്രോബബിലിറ്റി ഈസ് എ നമ്പർ ബിറ്റ്വീൻ 0 ആൻഡ് 1. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല ഏത് ഈവൻ്റാണ് വരുന്നത് എന്നുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ 0 ആൻഡ് 1ൻ്റെ ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, ഒരു ഈവൻറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടാവും, അതിന് നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0 ആണ് 1ൻ്റെ ഇടയിലാണ്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഈസ് ഫോർ ആൻ ഈവൻ വിച്ച് കനോട്ട് ഒക്കർ. സാധ്യതയില്ലാത്ത ഈവൻറ്റിനെയാണ് 0 കൊണ്ട് സൂചിപ്പിക്കുന്നത്. 1 ആണെന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട്, അതായത് പെർഫെക്റ്റ്ലി ഏതാണോ വരിക അതായിരിക്കും 1 കൊണ്ട് സൂചിപ്പിക്കുന്നത്. അൺസേർട്ടൻ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തതാണെന്നുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നത് 0 ആൻഡ് 1ൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഈവൻറ്റ്, അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? ഒന്നെങ്കിൽ നമുക്ക് ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. ഓക്കെ, ഇപ്പോൾ ഗെറ്റിംഗ് ഹെഡ് ഈസ് അൺസേർട്ടൻ, സോ ഇറ്റ്സ് പ്രോബബിലിറ്റി ഈസ് നൈദർ 0 nor 1 ബട്ട് ബിറ്റ്വീൻ 2. നമുക്കറിയില്ല ഏതാണ് കിട്ടുക എന്നുള്ളത്, ഹെഡ് കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത് നമുക്കറിയില്ല, അത് അൺസേർട്ടൻ ആണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 0യുടെയും 1ൻ്റെയും ഇടയിലാണ്. ഓക്കെ, സിൻസ് ലൈക്ലിഹുഡ് ഓഫ് ദി ഒക്കറൻസ് ഓഫ് ഹെഡ് ഈസ് ആസ് മച്ച് ആസ് ഇറ്റ് ഈസ് നോട്ട് ഒക്കറിങ്, വി ക്യാൻ പ്രെഡിക്ട് ദ ഒക്കറൻസ് ഓഫ് ദി ഹെഡ് വിത്ത് 50% കോൺഫിഡൻസ് ഓൺലി. നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ 50-50 ചാൻസിലാണ് പറയുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോബബിലിറ്റി ഫോർ ഹെഡ് എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2 ഔട്ട്കമാണ് വരാനുള്ളത്, ഈവൻറ്റാണ് വരാനുള്ളത്. ഏതൊക്കെയാണ്? ഹെഡ് ഓർ ടെയിൽ. അപ്പോൾ ഹെഡിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതാണോ വരുമോ എന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് നമുക്കൊരു 50-50% ഇങ്ങനെ എന്താ പറയാൻ പറ്റുള്ളൂ, ജസ്റ്റ് പറയാൻ പറ്റുള്ളൂ അല്ലേ. സാധ്യതയുണ്ട്, 50% സാധ്യതയുണ്ട്, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രോബബിലിറ്റി ഫോർ ഹെഡ് ഈസ് 1/2 എന്ന് പറയാം. ഓക്കെ, ഇനി ഈ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റാൻഡം എക്സ്പെരിമെൻറ്റ്.
ഇപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഹാസ് 2 or more outcomes which vary in an unpredictable manner from trial to trial when conducted under uniform condition is called a random experiment. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സിറ്റുവേഷനിൽ, അതായത് യൂണിഫോം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സിറ്റുവേഷനിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിന് ട്രയൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കംസ് എന്തുണ്ടാവും? 2 or more ഔട്ട്കംസ് വരാം. അത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെരിമെൻ്റെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഏത് ഔട്ട്കം വരും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അതായത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. An experiment that has 2 or more outcomes which vary in an unpredictable manner. ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2 അതിലധികമോ ഔട്ട്കംസ് ഉണ്ടായിരിക്കും. അതൊരു അൺപ്രഡിക്റ്റബിൾ മാനറിലാണ് വരുന്നത്. അതായത് നമ്മൾ ട്രയൽ നടത്തും തോറും എന്തുണ്ടാവും? ഒരേ കണ്ടീഷനിൽ തന്നെ ട്രയൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരിക. ഏതാണോ വരിക എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ടോസിങ് ഓഫ് എ കോയിൻ ആണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഔട്ട്കം എന്താണ്? ഹെഡ് ടെയിൽ ആയിരിക്കും. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഏതാണ് വരിക എന്നുള്ളത്. ഓക്കെ, ബട്ട് വി ആർ അൺസർട്ടൻ വെദർ ഹെഡ് വിൽ ടേൺ ഓർ ടെയിൽ വെൻ ദ കോയിൻ ഈസ് ടോസ്ഡ്. കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെഡാണോ ടെയിലാണോ വരിക എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, അത് അൺസർട്ടൻ ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. വേറൊരു കേസും കൊണ്ട് പറയുന്നുണ്ട്, ത്രോയിങ് എ ഡൈ. ഒരു ഡൈ നമ്മൾ എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഡൈയിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ആണ്. അതിൽ ഏത് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ് വിച്ച് ഓഫ് ദീസ് വിൽ occur. Therefore, the essential features of a random experiment are: first one, it has more than one outcome. ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. അതേപോലെ സെക്കൻഡ് ഈസ് ദ ഔട്ട്കംസ് ആർ അൺപ്രഡിക്റ്റബിൾ. ഈ ഔട്ട്കംസ് ഒന്നും എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, പ്രവചിക്കാൻ കഴിയില്ല. ദെൻ തേർഡ് ഈസ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റബിൾ. എക്സ്പെരിമെൻറ്റ് എന്ത് ചെയ്യണം? ഒരേ കണ്ടീഷനിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് കൺസെപ്റ്റ് വരുന്നത് സാമ്പിൾ പോയിന്റ് ഓർ സിമ്പിൾ ഈവൻറ്റ് ഓർ എലമെൻ്ററി ഔട്ട്കം. അപ്പോൾ എന്താണ് സാമ്പിൾ പോയിന്റ് അല്ലെങ്കിൽ സിമ്പിൾ ഈവൻറ്റ് എന്ന് പറയുന്നത്? റാൻഡം എക്സ്പെരിമെൻറ്റ് ഔട്ട്കം എന്താണോ അതിനെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്താണോ വന്നത്, ഒരു ഔട്ട്കം വരുമല്ലോ, അതാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗെറ്റിംഗ് ഹെഡ് ഈസ് സാമ്പിൾ പോയിന്റ്. നമ്മൾ കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് ഹെഡാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അതിനെ സാമ്പിൾ പോയിന്റ് എന്ന് പറയാം. 2 ഡൈസ് എറിഞ്ഞാൽ 2 ഡൈസ് എറിഞ്ഞാൽ നമുക്ക് 2 കിട്ടി, 3 കിട്ടി. ഈ 2ഉം 3ഉം എന്താണ്? സാമ്പിൾ പോയിന്റ് ആണ്. 2 ഡയസാണ് എറിഞ്ഞത്, അതുകൊണ്ടാണ് 2 ഇവിടെ വന്നത്, 2 നമ്പർ വന്നത് കേട്ടോ. അതാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സാമ്പിൾ സ്പേസ്. അപ്പോൾ നെക്സ്റ്റ് കൺസെപ്റ്റ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ദി സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദി സാമ്പിൾ പോയിന്റ്സ് ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ പോയിന്റ്സ്, അതായത് മൊത്തം ഔട്ട്കം എന്താണോ വരുന്നത് അതിനെയാണ് സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ മൊത്തം ഔട്ട്കംസ്, ഒരുപാട് ഔട്ട്കംസ് ഉണ്ടാകും, ആ മൊത്തം ഔട്ട്കംസിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സാമ്പിൾ പോയിന്റ്സ്, എല്ലാ സാമ്പിൾ പോയിന്റ്സും ഉൾക്കൊള്ളുന്നതാണ് sample space of a random experiment. Therefore, the sample space of a random experiment is the totality of all the elementary outcomes of that random experiment. ഇപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ദി സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദ സാമ്പിൾ പോയിന്റ്സ് ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസ് ഹെഡ് ടെയിലായിരിക്കും. അപ്പോൾ അത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുക, ഹെഡ് ടെയിലും. 2 കോയിൻസാണ് ടോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? 2 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2നും ഹെഡ് വരാം, അല്ലെങ്കിൽ ഒന്നാമത്തതിന് ഹെഡ് വരാം, സെക്കൻഡ് ടെയിൽ വരാം, അല്ലെങ്കിൽ ഫസ്റ്റത്തിൽ ടെയിൽ വരാം, സെക്കൻഡ് ഹെഡ് വരാം, അല്ലെങ്കിൽ 2നും ടെയിൽ വരാം. അപ്പോൾ 1 2 3 4 4 ഔട്ട്കംസ് ഉണ്ട്. ഇതിന് ഓരോന്നിനും പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സാമ്പിൾ പോയിൻ്റ് ആണ്.
നമുക്ക് ഔട്ട്കം വരുന്നത് എന്താണോ അതിനെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ സാമ്പിൾ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആവാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആവാം. When a sample space has finite number of points, it is said to be finite sample space, otherwise infinite. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമ്പിൾ സ്പേസിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A box contains 10 tickets, each numbered 1 to 10. A ticket is drawn. What is a sample space? ഒരു ബോക്സിൽ 10 ടിക്കറ്റ്സ് ഉണ്ട്, അതിന് 1 to 10 നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് ഏതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? സാമ്പിൾ സ്പേസ് ഈസ് ഇട്ടിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുക 1 2 3 4 5 6 7 8 9 10 അല്ലേ. അതിൻ്റെ സാമ്പിൾ സ്പേസ് പറഞ്ഞാൽ ഏത് ഔട്ട്കം വേണമെങ്കിലും വരാം. നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 അപ് ടു 10 വരെയുള്ള ഏതും വേണമെങ്കിൽ വരാം. അതിന് മൊത്തം ഔട്ട്കംസ് എഴുതി വെച്ചാലാണ് അതിനെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ വരുന്നത് ഫ്രം എ ലോട്ട് കണ്ടെയ്നിങ് ഗുഡ് ആൻഡ് ബാഡ് ഐറ്റംസ് 3 items ആർ ചൂസൺ. പ്രിപ്പയർ ദ സാമ്പിൾ സ്പേസ്. നമ്മൾ ഗുഡ് ആൻഡ് ബാഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് 3 items നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 items ആണ് ചൂസ് ചെയ്യുന്നത്. ഗുഡ് ആൻഡ് ബാഡ് ഐറ്റംസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 items വരുന്ന ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ബി നമ്മൾ ബാഡിനും ജി നമ്മൾ ഗുഡിനും വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു, റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ സാമ്പിൾ സ്പേസ് വരുന്നത് ജി ജി ജി, അതായത് 3 items ആണ് നമ്മൾ ചൂസ് ചെയ്തത്. 3 ഗുഡ് ആവാം, അല്ലെങ്കിൽ 2 ഗുഡ് വരാം, തേർഡ് ബി ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫസ്റ്റ് 1 ഗുഡ് ആവാം, സെക്കൻഡ് ഈസ് ബാഡ്, ദെൻ തേർഡ് ഈസ് ഗുഡ്, ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ബി ജി ജി എന്നുള്ള രൂപത്തിൽ വരാം, ജി ബി ബി എന്നുള്ള രൂപത്തിൽ, ബി ജി ബി, ബി ബി ജി, ബി 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 എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെടുക്കുന്ന ലോട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന രീതിയിൽ വരാം. അപ്പോൾ ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്താൽ ഈ 3 ഐറ്റംസും ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിന് സാമ്പിൾ സ്പേസ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് ഈവൻറ്റ്. എന്താണ് ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ? ആൻഡ് ഈവൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻ്റ് സാമ്പിൾ സ്പേസ് ഇല്ലേ, ആ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റാണ് ഈവൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈവൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. എക്സാമ്പിൾ പറയുന്നുണ്ട്, when 2 coins are tossed, getting 2 heads is an event. An event may be simple or compound. 2 കോയിൻസ് നമ്മൾ ടോസ് ചെയ്താൽ 2 ഹെഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഈവൻ്റ് ആണ്, സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെഡ് ഹെഡ്, ടെയില് ടെയില്, ഫസ്റ്റ് 1 ഹെഡ്, സെക്കൻഡ് ഈസ് ടെയില്, ഫസ്റ്റ് 1 ടെയില്, നെക്സ്റ്റ് ഈസ് ഹെഡ്. അങ്ങനെ 4 സാമ്പിൾ പോയിൻ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാമ്പിൾ സ്പേസ് ആണത്. അതിൻ്റെ സബ്സെറ്റാണെന്ന് പറയുക 2 ഹെഡ്സ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം അതൊരു ഈവൻ്റ് ആണ്. വെൻ 2 coins are tossed, getting 2 heads is an event. ഇപ്പോൾ ഒരു ഈവൻറ്റ് സിമ്പിൾ ആവാം അല്ലെങ്കിൽ കോമ്പൗണ്ട് ആവാം. ഇപ്പോൾ ഒരു ഈവൻറ്റ് സിമ്പിളാണെന്ന് പറയുന്നത് ഇഫ് ഇറ്റ് കറസ്പോണ്ട്സ് ടു എ സിംഗിൾ എലമെൻ്ററി ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു സിംഗിൾ ഔട്ട്കം മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് സിംഗിൾ അല്ലെങ്കിൽ സിമ്പിൾ ഈവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അതേപോലെ തന്നെ ഒരു ഡൈ എറിയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഡൈ മാത്രം എറിയുകയാണെന്നുണ്ടെങ്കിൽ 2 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിമ്പിൾ ഈവൻ്റ് ആണ്. ഇപ്പോൾ സിമ്പിൾ ഈവൻറ്റ്സ് തന്നെ 2 അതിലധികമോ വരികയാണെന്നുണ്ടെങ്കിൽ ദ ജോയിൻറ്റ് ഒക്കറൻസ് ഓഫ് 2 or more സിമ്പിൾ ഈവൻറ്റ്സ് ഈസ് കോൾഡ് എ കോമ്പൗണ്ട് ഈവൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു ഡൈ എറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുകയാണ് നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ getting an even number is a compound event because even number can be 2, 4, 6. ഇപ്പോൾ ഇരട്ട സംഖ്യ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ getting an even number എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന സാമ്പിൾ പോസിബിളായിട്ട് വരുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണ്? ഈവൻ നമ്പർ. ഒരു ഡൈ എറിയുകയാണെന്നുണ്ടെങ്കിൽ 2 വരാം, 4 വരാം, 6 വരാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഈവൻറ്റ്, കോമ്പൗണ്ട് ഈവൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ഷുവർ ഈവൻറ്റ്സ്. Sure events or certain events or sample space events. An event whose occurrence is inevitable is called certain event. For example ആയിട്ട് പറയുന്നത് ഒരു white ball from the bag containing all white balls is a sure event. Okay,
അപ്പോൾ ഷുവർ ഈവൻറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമുക്ക് എന്തായിരിക്കും എന്നുള്ള ഔട്ട്കം എന്തായിരിക്കും വരിക, അല്ലെങ്കിൽ ഷുവർ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം വരുന്നത്, എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വൈറ്റ് ബോൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബാഗിൽ നിന്ന് നമുക്ക് വൈറ്റ് ബോൾ തന്നെ കിട്ടാനുള്ള സാധ്യത എത്രയാണ്, പ്രോബബിലിറ്റി എന്താണ്, അതെന്താണ് ഷുവർ ഈവൻ്റ് ആണ്. വൈറ്റ് ബോൾ അടങ്ങുന്ന ഒരു ബാഗിൽ നിന്ന് ബ്ലാക്ക് ബോൾ നമുക്ക് കിട്ടില്ലല്ലോ, വൈറ്റ് ബോൾ മാത്രമല്ലേ കിട്ടുള്ളൂ, അത് ഷുവർ ഈവൻ്റ് ആണ്. ഓക്കെ, a sure event is therefore the set containing all the sample points of the random experiment. A sure event is the sample space itself. അപ്പോൾ ഷുവർ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പിൾ പോയിൻറ്റ്സ്, ആ റാൻഡം എക്സ്പെരിമെൻ്റ് സാമ്പിൾ പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷുവർ ഈവൻറ്റിനെ സാമ്പിൾ സ്പേസ് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് ഇമ്പോസിബിൾ ഈവൻറ്റ് ഓർ എംപ്റ്റി സെറ്റ്. ഇപ്പോൾ ഒരു ഈവൻറ്റ് നടക്കാൻ സാധ്യതയില്ല, നമുക്കറിയാതെ നടക്കൂല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തു, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഈവൻ്റാണ്, ഔട്ട്കം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇമ്പോസിബിൾ ഈവൻറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ബ്ലാക്ക് ബോൾസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാഗിൽ നിന്ന് നമ്മളോട് വൈറ്റ് ബോൾ എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാത്തതാണ് അല്ലേ, അതിനെയാണ് ഇമ്പോസിബിൾ ഈവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോസിബിൾ ഈവൻ്റ് എന്തായിരിക്കും, എംപ്റ്റി സെറ്റ് ആയിരിക്കും, അതിലൊരൊറ്റ സാമ്പിൾ പോയിൻ്റ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ എംപ്റ്റി സെറ്റിനെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിഹ്നം കൊണ്ടാണ്, ഇതിനെ FI എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് അൺസേർട്ടൻ ഈവൻറ്റ്സ്. ആൻ ഈവൻറ്റ് ഈസ് സെറ്റ് ടു ബി അൺസേർട്ടൻ ഇഫ് ഇറ്റ്സ് ഹാപ്പനിങ് ഈസ് നൈദർ ഷുവർ നോർ ഇമ്പോസിബിൾ. ഇപ്പോൾ ഒരു ഈവൻറ്റ് അൺസേർട്ടൻ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, അത് നടക്കോ ഇല്ലയോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം, ചിലപ്പോൾ ഷുവറാണ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൻ ഈവൻറ്റ് കനോട്ട് ബി പ്രഡിക്റ്റഡ്. നമുക്ക് ഈ ഒരു അൺസേർട്ടൻ ഈവൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, ഷുവറായിട്ട് അത് തന്നെ വരും അല്ലെങ്കിൽ അത് വരൂല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, വരാം വരാതിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോൾസ് ഈസ് അൺസേർട്ടൻ. ഇപ്പോൾ ഒരു ബാഗിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു വൈറ്റ് ബോൾ കിട്ടണം അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ബ്ലാക്ക് ബോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് നമുക്ക് ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഷുവറായിട്ട് പറയാൻ കഴിയില്ല, ചിലപ്പോൾ ആവാം ചിലപ്പോൾ ആവാതിരിക്കാം. ഓക്കെ, അതിനെയാണ് അൺസേർട്ടൺ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ്. Two events are said to be equally likely if any one of them cannot be expected to occur in preference to other. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് മറ്റേതിനേക്കാൾ അതിനാണ് ചാൻസ് കൂടുതലെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഈവൻസിനെയാണ് ഈക്വലി ലൈക്ലി ഈവൻസ് എന്ന് പറയുന്നത്. 2 ഈവൻസ് ഉണ്ട്, ആ 2 ഈവൻസിൽ ഏതെങ്കിലും ഒന്നിന് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് അല്ലെങ്കിൽ അതായിരിക്കും കൂടുതൽ വരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ പ്രിഫറൻസ് കൊടുക്കാൻ കഴിയാത്തതിനെയാണ് ഈക്വലി ലൈക്ലി ഈവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ഈവൻസ് ആർ സെറ്റ് ടു ബി ഈക്വലി ലൈക്ലി if any one of them cannot be expected to occur in preference to other. For first one, getting head and getting tail when a coin is tossed. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് കിട്ടുന്നത് അല്ലെങ്കിൽ ടെയിൽ കിട്ടുന്നത്, അത് നമുക്ക് ടെയിൽ തന്നെ വരാമെന്നുള്ള പ്രിഫറൻസ് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഹെഡായിരിക്കും വരുന്നത് എന്നുള്ളൊരു പ്രിഫറൻസ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, ഏതും വരാം. ഓക്കെ, ഈക്വലി ലൈക്ലി ഈവൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗെറ്റിംഗ് 1 ആൻഡ് ഗെറ്റിംഗ് 2 വെൻ എ ഡൈ ഈസ് ത്രോൺ ആർ ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ്. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് ആണ്. A set of events are said to be mutually exclusive if the occurrence of one of them excludes the possibility of the occurrence of the other. ഒരു സെറ്റ് ഓഫ് ഈവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നത്, ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളതിൻ്റെ പോസിബിലിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് ഈവൻറ്റ്സിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് ഒരുമിച്ച് സംഭവിക്കില്ല, ഒരു ട്രയൽ ഒരുമിച്ച് സംഭവിക്കില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്കംസ് ഹെഡ് ഓർ ടെയിലാണ് വരുന്നത്. ഓക്കെ, ഗെറ്റിംഗ് ഹെഡ് ആൻഡ് ഗെറ്റിംഗ് ടെയിൽ വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. കാരണം എന്താണ്, ഹെഡ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടെയിലിൻ്റെ പോസിബിലിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യാണ്, തടയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഹെഡ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ടെയിൽ ആ ഒരു ട്രയലിൽ സംഭവിക്കാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ ഗെറ്റിംഗ് ആൻ ഏസ് ആൻഡ് ഗെറ്റിംഗ് എ കിങ് വെൻ എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്.
അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു കാർഡിൻ്റെ പാക്ക് ഓഫ് കാർഡിൽ നിന്ന് നമ്മൾ കിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരൊറ്റ കാർഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, അത് കിങ് ആണ് കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ളതൊക്കെ വരാനുള്ളൊരു സാധ്യത അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് then A intersection B is equal to 5 or null set. That is the two sets are disjoint. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും, നൾ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് സെറ്റ്സ് എന്താണ്, ഡിസ്ജോയിൻ്റ് ആണ് എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ വെൻ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ള എയും ബിയും ഡിസ്ജോയിൻ്റ് ആണ്, അതായത് കോമൺ ആയിട്ട് വരുന്ന ഒന്നുമില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് എ ഇൻ്റർസെക്ഷൻ ബി എഴുതാന്നുണ്ടെങ്കിൽ നൾ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്, അതായത് അതിൻ്റെ സാമ്പിൾ സ്പേസിൽ ഒന്നും വരില്ല എന്നുള്ളതാണ്. എ ഇൻ്റർസെക്ഷൻ ബി ആണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുന്നത്. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഭാഗമല്ല, രണ്ടും ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന ഇതാണ് എക്സോസ്റ്റീവ് ഈവൻസ്. നെക്സ്റ്റ് കൺസെപ്റ്റ് എക്സോസ്റ്റീവ് ഈവൻസ്. നെക്സ്റ്റ് എക്സോസ്റ്റീവ് ഈവൻസ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് ഈവൻസ് ഈസ് സെറ്റ് ടു ബി എക്സോസ്റ്റീവ് വെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ പോസിബിൾ ഔട്ട്കംസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഈവൻറ്റിനെയാണ് എക്സോസ്റ്റീവ് എന്ന് പറയുന്നത്. റാൻഡം എക്സ്പെരിമെൻറ്റിന് എല്ലാ പോസിബിൾ ഔട്ട്കംസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഈവൻസിനെയാണ് എക്സോസ്റ്റീവ് ഈവൻസ് എന്ന് പറയുന്നത്. That is, if a set of events are exhaustive, at least one of them will happen in any trial of the random experiment. ഇപ്പോൾ സെറ്റ് ഓഫ് ഈവൻറ്റ്സ് എക്സോസ്റ്റീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഏതെങ്കിലും ഒരു ട്രയലിൽ അതിൽ വരുന്ന ഒരു സാമ്പിൾ അതിൽ വരുന്ന ഒരു ഔട്ട്കം വരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു ഡൈ എറിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ്, 1 2 3 4 5 6 ആണ്. ഓക്കെ, അത് ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. 1 2 3 4 5 6 ഒരുമിച്ച് വരുന്നതിനെയാണ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഡൈ ത്രോൺ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു ട്രയലിൽ ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ വരാം. ഓക്കെ, ദെൻ 11th one is mutually exclusive and exhaustive events. A set of events are said to be mutually exclusive and exhaustive if one of them must and only one can occur. ഏതെങ്കിലും ഒന്ന് ഷുവറായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റൊന്ന് മാത്രമേ നടക്കുകയുള്ളൂ, അതിനെയാണ് എന്ത് പറയുന്നത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് ഷുവറായിട്ട് നടക്കും, ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് ആണെന്ന് പറയാം. ഇപ്പോൾ എ ബി സി ആർ സെറ്റ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇഫ് ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം, എക്സോസ്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, അതിൽ കാണിക്കുന്ന എയും ബിയും സിയും ഒക്കെ എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണ്, അതൊക്കെ ഡിസ്ജോയിൻ്റ് ആണ്, ഒന്നിനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ എ ബി സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്, ദെൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 ആവും. അതേപോലെ എ ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു 5 ആണ്, ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു 5 ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു 5 ആൻഡ് സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണ്, കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗം അതിലില്ല. അതുകൊണ്ട് തന്നെ എയും ബിയും ഇൻ്റർസെക്ഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമില്ല, അതാണ് 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിയും സിയും എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല, അതും 5 ആണ്. ദെൻ ബിയും സിയും എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതും 5 ആണ്. ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ 5 ആണ് വരുന്നത്. സാമ്പിൾ സ്പേസ് എന്തായിരിക്കും, എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമില്ലാത്തതുകൊണ്ട് എ യൂണിയൻ ബി യൂണിയൻ സി ആയിരിക്കും സാമ്പിൾ സ്പേസ് വരുന്നത്. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ, ഏതെങ്കിലും ഒന്ന് ഷുവറായിട്ട് നടക്കൂ, ഒന്ന് മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് വരുന്നത്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ്. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേരിൽ തന്നെ ഉണ്ട്, സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്. 2 or more events are said to be independent if the occurrence of one of them in no way affects the occurrence of the other or others. ഓക്കെ, ഇപ്പോൾ 2 or അതിലധികമോ ഈവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, ഏതെങ്കിലും ഒരു ഔട്ട്കം വന്നാൽ അത് ഏത് തരത്തിലും മറ്റതിനെ അഫക്റ്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ, അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്.
ഇപ്പോൾ കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്തു, ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റിൽ വന്നത് എന്താണോ റിസൾട്ട് എന്താണോ അത് സെക്കൻഡ് ടോസിങ്ങിനെ ബാധിക്കുകയില്ല. അപ്പോൾ ഫസ്റ്റ് ടോസിൽ നമുക്ക് ഹെഡ് കിട്ടി, സെക്കൻഡ് ടോസിൽ എന്താ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്നതല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടോസിൽ എന്ത് വന്നു എന്നുള്ളത് സെക്കൻഡ് ടോസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അതിനെ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻ ദ ടോസിങ് ഓഫ് എ കോയിൻ ട്വൈസ്, result of second tossing is not affected by the result of the first toss. Okay. നെക്സ്റ്റ് വരുന്നത് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് ആണ്. ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്നാൽ പരസ്പരം കണക്റ്റായി നിൽക്കുന്നതാണ്. ഇപ്പോൾ രണ്ടോ അതിലധികമോ ഈവൻറ്റ്സ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ദ ഹാപ്പനിങ് ഓഫ് വൺ ഓഫ് ദം എഫക്ട്സ് ദി ഹാപ്പനിങ് ഓഫ് അതർ. ഏതെങ്കിലും ഒരു ഔട്ട്കം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഔട്ട്കം മറ്റതിനെയും കൂടി ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ്, ദ ചാൻസ് ഓഫ് വൺ ഈവൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ദി അതർ ഈവൻറ്റ്. ഇപ്പോൾ മറ്റുള്ളത് സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളത് സംഭവിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഈവൻറ്റ് അഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയാം. അതായത് ഫ്രം എ പാക്ക് ഓഫ് 52 cards, if one card is drawn, then 51 cards are left. If another card is drawn without replacing the first, the chance of the second draw is affected by the first draw. അപ്പോൾ 52 കാർഡുള്ള ഒരു പാക്ക്, അതിൽ നിന്ന് നമ്മൾ ഒരു കാർഡ് എടുത്ത് മാറ്റി. ഓക്കെ, 1 card is drawn, then 51 cards are left. പിന്നുള്ളത് 51 കാർഡ്സാണ്. ഇപ്പോൾ ഏതെങ്കിലും വേറൊരു കാർഡ് നമ്മൾ അതിൽ നിന്ന് മറ്റേത് മാറ്റി വെക്കാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ചാൻസ് ഓഫ് ദി സെക്കൻഡ് ഡ്രോ ഈസ് അഫക്റ്റഡ് ബൈ ദി ഫസ്റ്റ് ഡ്രോ. സെക്കൻഡ് ഡ്രോയുടെ ചാൻസ് ഫസ്റ്റ് ഡ്രോ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് പിന്നെ നമുക്ക് എടുത്തിട്ടുള്ള കാർഡ് തന്നെ വരാം. ഓക്കെ, അങ്ങനെ വരാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. Therefore, drawing a king first and without replacing it, drawing again a king are dependent events. അപ്പോൾ നമ്മൾ കിങ് ഫസ്റ്റ് ഡ്രോൺ ചെയ്തു, അത് പിന്നെ വീണ്ടും അതിനെ റീപ്ലേസ് ചെയ്ത് അതിൽ തന്നെ വെച്ചാണ്ട് വീണ്ടും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് ആണ്. മാറ്റി വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ആൾജിബ്ര ഓഫ് ഈവൻറ്റ്സ് ആണ് പറയുന്നത്. സെറ്റ് തിയറി നൊട്ടേഷൻസ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ആൾജിബ്ര ഓഫ് ഈവൻറ്റ്സ് ഓർ സെറ്റ് തിയറി നൊട്ടേഷൻ. അപ്പോൾ ഈ 2 ഈവൻറ്റ്സ് ഉണ്ട്, ആ 2 ഈവൻറ്റ്സ് എയും ബിയും കൊണ്ടാണ് സൂചിപ്പിക്കുക എന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ A⁻C എന്ന രൂപത്തിൽ എ കോംപ്ലിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ നോട്ട് എ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇംപ്ലൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇംപ്ലൈസ് നോട്ട് എ യൂണിയൻ ബി ഇംപ്ലൈസ് അറ്റ്ലീസ്റ്റ് 1. എ യൂണിയൻ ബി ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വരും, ഏതെങ്കിലും ഒന്ന്. എ ഇൻ്റർസെക്ഷൻ ബി ആണെന്നുണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ബി രണ്ടും വരാം. എ ഇൻ്റർസെക്ഷൻ ബി ആയിട്ട് കോമൺ ആയിട്ട് വരുന്നത് ഏതാണോ, രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏതാണോ അത്. എ ഇൻ്റർസെക്ഷൻ ബി ഇംപ്ലൈസ് ബോത്ത് എ ആൻഡ് ബി. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, അതായത് കോംപ്ലിമെൻറ്റ് എന്നുള്ളത് നോട്ട് എ ആയിരുന്നു, അപ്പോൾ ഇവിടെ ബി കോംപ്ലിമെൻറ്റ് എന്നാൽ നോട്ട് ബി, അപ്പോൾ അതില്ല. അപ്പോൾ ഓൺലി എ ഓർ എക്സാക്ട്ലി എ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 50 is എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇംപ്ലൈസ് ഓൺലി 1 ഓർ എക്സാക്ട്ലി 1. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഇംപ്ലൈസ് എന്നുള്ള രൂപത്തിലാണ് വായിക്കുന്നത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ദ നെക്സ്റ്റ് കൺസെപ്റ്റ് കോംപ്ലിമെൻറ്റ് ഓഫ് ഈവൻറ്റ് എ ഓർ ഈവൻറ്റ് നോട്ട് എ. The event A and event not A are called complementary events. ഈവൻറ്റും പിന്നെ ഈവൻറ്റ് അല്ലാതെ എ എന്ന ഈവൻറ്റ് അല്ലാത്തതും നോട്ട് എ ആർ കോൾഡ് കോംപ്ലിമെൻ്ററി ഈവൻറ്റ്സ്. ഇഫ് എ ഈസ് ആൻ ഈവൻറ്റ് ദെൻ നോട്ട് എ ഈസ് ദി കോംപ്ലിമെൻറ്റ് ഓഫ് എ. എ ഒരു ഈവൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് എ എന്ന് പറയുന്നത് എ ഐയുടെ കോംപ്ലിമെൻ്റ് ആണ് എന്ന് പറയാം. by A complement is equal to U minus A, where U stand for sample space. അപ്പോൾ സാമ്പിൾ സ്പേസിൽ നിന്ന് എ മൈനസ് ചെയ്താൽ നമുക്ക് എ അല്ലാത്തത് നോട്ട് എ കോംപ്ലിമെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, എ ആൻഡ് എ കോംപ്ലിമെൻറ്റ് ബിലോങ് ടു ദി സെയിം റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ പോസിബിൾ ഔട്ട്കംസ് വരുന്നതാണ് എയും എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗെറ്റിംഗ് ഹെഡ് ആൻഡ് ഗെറ്റിംഗ് ടെയിൽ ആർ കോംപ്ലിമെൻ്ററി ഈവൻറ്റ്സ്.
രണ്ടും എന്താണ് കോംപ്ലിമെൻ്ററി ഈവൻസ് ആണ്. അപ്പോൾ എ എന്നുള്ളത് നമ്മൾ ഗെറ്റിംഗ് ഹെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഗെറ്റിംഗ് ടെയിൽ ആയിരിക്കും അല്ലേ? അപ്പോൾ യു എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സ്പേസ്. ആ സാമ്പിൾ സ്പേസിൽ നിന്ന് എ കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഈവൻസ് കുറച്ചാലാണ് നമുക്ക് നോട്ട് എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിബിൾ ഔട്ട്കംസ് ഹെഡും ടെയിലും ആണ്. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഈവൻസ് എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു ഗെറ്റിംഗ് ഹെഡ് ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഗെറ്റിംഗ് ടെയിൽ ആയിരിക്കും. സെക്കൻഡ് ഈസ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ആൻഡ് ഗെറ്റിംഗ് നോ ഹെഡ് വെൻ ടു കോയിൻസ് ആർ ടോസ്ഡ് ആർ കോംപ്ലിമെൻ്ററി ഈവൻസ്. ഏതെങ്കിലും ഒരു ഹെഡ് അല്ലെങ്കിൽ ഗെറ്റിംഗ് നോ ഹെഡ് കിട്ടാതിരിക്കുക. രണ്ട് കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് അല്ലെങ്കിൽ ഗെറ്റിംഗ് നോ ഹെഡ് എന്നുള്ളത് എന്താണ്? കോംപ്ലിമെൻ്ററി ഈവൻസ് ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? നോ ഹെഡ് ആയിരിക്കും. ഓക്കെ, then next concept, union of two events, at least one, A or B. The union of two events A and B denoted by A union B is the set of sample points in A or in B or in both. യൂണിയൻ ഓഫ് ടു ഈവൻസ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എ യൂണിയൻ ബി എന്ന രൂപത്തിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ് ഇൻ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത്. ഇപ്പോൾ രണ്ടിലും മൊത്തം രണ്ടും കൂടെ കൂടി ചേർന്നിട്ടുള്ള സാമ്പിൾ സ്പേസ് ആണെന്ത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടിലും ഒരുമിച്ച് വരുന്ന, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം, രണ്ടിലും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം. ഒന്നുമില്ല, യൂണിയൻ ഓഫ് ടു ഈവൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഈവൻസിലും കോമൺ ആയിട്ട് വരുന്നതുണ്ടെങ്കിൽ അതും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമിച്ച് എഴുതുന്നതിന് കേട്ടോ. അപ്പോൾ സാമ്പിൾ സ്പേസ് മൊത്തം എഴുതാം. അപ്പോൾ അതിന് ഈ ഒരു വെൻ ഡയഗ്രം നോക്കിയാൽ മതി. ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ടും എന്താണ്? ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ അതൊരു പ്രാവശ്യം എഴുതുക. പിന്നെ എയിൽ വരുന്ന കാര്യങ്ങളും ബിയിൽ വരുന്ന കാര്യങ്ങളും എഴുതുക കേട്ടോ. ഇത് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് മൊത്തമാണ് എന്ത്? യൂണിയൻ ഓഫ് ടു ഈവൻസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ വരുന്നതും ഒരുമിച്ച് എഴുതുക. അതിനാണ് യൂണിയൻ ഓഫ് ടു ഈവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിഗറിലൂടെ പറയുന്നുണ്ട് എയും ബിയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിഗർ 2ൽ എയും ബിയും എന്താണ്? നോട്ട് ഇൻ്റർസെക്റ്റിംഗ്. ബോത്ത് കേസിലും എ യൂണിയൻ ബി ഈസ് ഷെയ്ഡഡ് അല്ലേ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുമിച്ച് വരുന്നതാണ്. ഇവിടെ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ എഴുതുക. So A union B stands for at least one among the events A and B. Next, intersection of two events, both A and B. ഇപ്പോൾ intersection of two events A and B noted by A intersection B is the set of sample points common to both A and B. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് എന്തെങ്കിലും ഉണ്ടോ? അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർസെക്ഷൻ ഓഫ് ടു ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5, ബി ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 15 എന്നുള്ളതാണ്. ഓക്കെ, 5 × 3 15 എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗമാണ്. ഓക്കെ, ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫിഗർ 2ൽ നോക്കുകയാണെങ്കിൽ രണ്ടും ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അവിടെ കോമൺ ആയിട്ട് വരുന്നൊരു ഭാഗമല്ല. അപ്പോൾ അതിൻ്റെ ഈവൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് എംപ്റ്റി സെറ്റ് ആയിരിക്കും. അത് 5 കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സാമ്പിൾ പോയിൻറ്റിലോ അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിലോ ഒന്നുമില്ല, കോമൺ ആയിട്ട് വരുന്ന ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് 5 ആണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഭാഗം എന്താണ്? കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് ടു ഈവൻറ്റ്സ് മനസ്സിലായി എന്ന് എഴുതണം. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് വരുന്നത് ഡിഫറൻസ് ഓഫ് ടു ഈവൻറ്റ്സ്. ഡിഫറൻസ് ഓഫ് ടു ഈവൻറ്റ്സ് എ ആൻഡ് നോട്ട് ബി, ഓൺലി എ, എക്സാക്ട്ലി എ. The event A not B is the event whose outcomes are those belonging to A but not B. ഡിഫറൻസ് ഓഫ് ടു ഇവൻറ്റ്സിൽ എ ആൻഡ് നോട്ട് ബി, എ മാത്രമാണ് പറയുന്നത്. എ ഓൺലി എ അല്ലെങ്കിൽ എക്സാക്ട്ലി എ എന്ന് പറയുന്നത്
ഏത് രീതിയിലാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വെൻ ഡയഗ്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം എയും ബിയും ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നതാണ്. എ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്തെന്ന് പോകുന്ന ഭാഗം ബിയിലും കൂടെ ഉൾപ്പെടുന്നതല്ലേ. അപ്പോൾ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. അതങ്ങോട്ട് ഒഴിവാക്കിയാൽ ബാക്കി എയിൽ വരുന്ന ഭാഗം മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ ഓൺലി എ അല്ലെങ്കിൽ എക്സാക്ട്ലി എന്ന് പറയുന്നത്. അപ്പോൾ എ നോട്ട് ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം ഇത് ഓർത്ത് വെച്ചാൽ മതി. എ ആൻഡ് നോട്ട് എ മാത്രം, ബി ഇല്ല എന്ന് പറഞ്ഞാൽ ബിയുടെ ഭാഗം കൂടിയാണ് ഇതിലും കൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ഒഴിവാക്കിക്കൊണ്ട് എ മാത്രം വരുന്നതാണ് ഓൺലി എ എക്സാക്ട്ലി എ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സാക്ട്ലി വൺ or symmetric difference of two events, exactly one of two events. If A and B are two events, exactly one of them is the event whose outcomes are in A only or in B only, that is the outcomes common to A and B are excluded. അപ്പോൾ രണ്ട് ഔട്ട്കംത്തിൻ്റെ കോമൺ ആയിട്ട് വരുന്നത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഓൺലി എയിൽ മാത്രം എന്താണ് അല്ലെങ്കിൽ ബിയിൽ മാത്രം എന്താണ് എന്നുള്ളതിനെയാണ് എക്സാക്ട്ലി വൺ അല്ലെങ്കിൽ സിമെട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാക്ട്ലി വൺ ഓഫ് എ ആൻഡ് ബി, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഓർ എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി, അതാണ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, രണ്ട് ഈവൻസ് ഉണ്ട്. എക്സാക്ട്ലി വൺ ഓഫ് ദം ഈസ് ദ ഈവൻ ഹൂസ് ഔട്ട്കംസ് ആർ ഇൻ എ ഓൺലി ഓർ ഇൻ ബി ഓൺലി. എയിലും ബിയിലും മാത്രമല്ല. അപ്പോൾ കോമൺ ആയിട്ടുള്ളതിനെ ഒഴിവാക്കി ആ എയിലും ബിയിലും മാത്രമുള്ളതിന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് എന്ത് എക്സാക്ട്ലി വൺ ഓർ സിമെട്രിക് ഡിഫറൻസ് ഓഫ് ടു ഈവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റിയുടെ ബേസിക് കൺസെപ്റ്റുകളാണ്. എന്താ പ്രോബബിലിറ്റി, അതിൽ വരുന്ന ബേസിക് കൺസെപ്റ്റുകളാണ്. ഷുവറായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇതറിഞ്ഞെങ്കിലേ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ.